ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ പുതിയ സെൽട്ടോസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും കണ്ടു. അതായത് ഡിസൈൻ കണ്ടു, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടു, വേരിയൻസിൻ്റെ ലിസ്റ്റിംഗ് കണ്ടു, അതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടു, പിന്നെ എൻജിൻസ് ഏതൊക്കെയാണ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഈവൻ ഇതിൻ്റെ മീഡിയ ഡ്രൈവ് എങ്ങനെയാണ് ഓടിക്കാൻ, പ്ലാറ്റ്ഫോം ഡീറ്റെയിൽസ് എല്ലാം നമ്മളിപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അറിയാത്തൊരു സംഭവമായിരുന്നു ഉണ്ടായിരുന്ന പ്രൈസ്. അതിപ്പോൾ ഫൈനലി വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഓരോ വേരിയൻസിനകത്ത് നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് കിട്ടുന്നത്, അതുപോലെ പെട്രോൾ, ഡീസൽ, പിന്നെ നമ്മുടെ ടെർബോ പെട്രോൾ, അതിൻ്റെ അകത്തൊക്കെ ഏതൊക്കെ വേരിയൻസ് ആണ് വരുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു ഓവർവ്യൂ തരാനാണെങ്കിൽ നമ്മുടെ കിയയുടെ K3 പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി വരുന്നത്. ഇൻറ്റീരിയേഴ്സ് ഒക്കെ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഡിസൈൻ്റെ കാര്യത്തിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ജനറേഷൻ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ജനറേഷൻ സെൽട്ടോസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫീച്ചേഴ്സിൽ ഇപ്പം സത്യം പറഞ്ഞാൽ നേരത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒരുപാട് ഭയങ്കര സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്ന സെൽട്ടോസിൽ തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ച് ഫീച്ചേഴ്സ് കൂട്ടി കൂടുതലും അവർ എസ്തെറ്റിക്സ് അല്ലെങ്കിൽ ഡിസൈൻ്റെ കാര്യത്തിലാണ് ഇപ്രാവശ്യം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതൊരു നല്ല കാര്യമാണ്. നമുക്കിപ്പോൾ ഈ അടുത്താണ് പുതിയ സിയറ വന്നത്. അത് വെച്ച് നോക്കുമ്പം നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും ഈ രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയിപ്പോൾ കാഴ്ചവെക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രൈസ് വെച്ചുള്ളൊരു കമ്പാരിസൺ ഞാൻ അധികം വൈകാതെ ചെയ്യാം. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, അതിൻ്റെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വില എന്തായാലും കുറവാണ്. കിയ നല്ല അഗ്രസീവ് ആയിട്ടുള്ളൊരു പ്രൈസിങ്ങിലേക്കാണ് ഇനിഷ്യലി പോയിരിക്കുന്നത്. പിന്നെ സൈസ് കൂടി എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ പ്രൈസും കൂടും എന്നാണ് വിചാരിക്കേണ്ടത്. പക്ഷേ അല്ല, പ്രൈസ് അങ്ങനെ അധികം കൂടിയിട്ടില്ല. ഏകദേശം നേരത്തെ ഉണ്ടായിരുന്ന പ്രൈസും ഓർ ബേസ് വേരിയൻസിനൊക്കെ ഇത്തിരി കൂടെ കുറവായിട്ട് പ്രൈസ് ചെയ്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. നമ്മുടെ GST കട്ട് വന്നപ്പോൾ അവർ കുറച്ചുകൂടെ പ്രൈസ് കുറച്ചായിരുന്നു. പക്ഷേ അതിന് മുന്നേ ഇതിലും കൂടുതലായിരുന്നു ഈ വണ്ടിയുടെയൊക്കെ പ്രൈസ്. ഏതായാലും എഞ്ചിൻ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് 1.5 ഡീസൽ എഞ്ചിൻ ഉണ്ട്, 1.5 ടെർബോ പെട്രോൾ ഉണ്ട്, 1.5 NA പെട്രോൾ ഉണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടുന്നുണ്ട്. ടർബോ പെട്രോൾ ആണെങ്കിൽ മാനുവൽ ഇല്ല, 6 സ്പീഡ് IMT ആയിരിക്കും. ഓട്ടോമാറ്റിക്കിൻ്റെ കേസൊക്കെ ആണെങ്കിൽ ഡീസൽ 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ആണ്. 1.5 NA പെട്രോളിൽ CVT, അതായത് IVT എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് ആണ്. ഇനി ടർബോ പെട്രോൾ ആണെങ്കിൽ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പ്രൈസിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ 1.5 NA പെട്രോളിൻ്റെ പ്രൈസ് നോക്കാം, കാരണം അതായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങാൻ പോകുന്നത്. സോ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് HT മോഡലിൽ വന്നിരിക്കുന്നത് 10.99 lakhs ആണ്. നമുക്ക് GT ലൈൻ വരെ ഇതിൻ്റെ 1.5 NA അവൈലബിൾ ആണെന്നുള്ളതും ഒരു നല്ല കാര്യമാണ്. ടാറ്റ ടോപ്പ് എൻഡിൽ 1.5 NA പെട്രോൾ കൊടുക്കുന്നില്ല. ഏതായാലും HT ഉണ്ട്, HT ഓപ്ഷണൽ, അതായത് കൺവീനിയൻസ് പാക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. പിന്നെ HTK ഉണ്ട്, HTK ഓപ്ഷണൽ ഉണ്ട്, HTX ഉണ്ട്, HTX അഡാസ് പാക്ക് ഉണ്ട്, പിന്നെ GTX ഉണ്ട്. അതുപോലെ GTXൻ്റെ തന്നെ അഡാസ് പാക്ക് ഉണ്ട്. X ലൈൻ്റെയും GTXൻ്റെയും അതായത് GT ലൈൻ്റെയും പ്രൈസ് ഏകദേശം ഒരു സിമിലർ ആയിട്ടാണ് ഇപ്രാവശ്യം കാണിച്ചിരിക്കുന്നത്. ഏതായാലും 10.99 lakhs ഇതിൻ്റെ മാനുവലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യും 1.5 NAയിൽ. അത് മാക്സിമം നമ്മുടെ HTX അതായത് HT ലൈൻ വരെ പോകുന്നുള്ളൂ. 16.69 lakhs വരെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് നമ്മൾ സിയറയുടെ 1.5 NAയുടെ ടോപ്പിൻ്റെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1.3 lakhs ചീപ്പറാണ്. ഓക്കെ, സിയറിൽ പിന്നെ ടോപ്പ് എൻഡിൽ ഇതില്ല, ഇതിൻ്റെ അകത്തും ടോപ്പ് എൻഡിൽ ഇല്ല. സോ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞാൽ ഇതും അഡാസുള്ള മോഡൽ തന്നെയാണ് നമ്മളിപ്പം ടെക് ലൈൻ എടുക്കുകയാണെങ്കിലും. ഇനി അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ നമുക്ക് 13.39 lakhs സ്റ്റാർട്ട് ചെയ്ത് 19.49 lakhs വരെ പോകുന്നുണ്ട്. പക്ഷേ ടെക് ലൈൻ ആണെന്നുണ്ടെങ്കിൽ 17.99 lakhs വരെയാണ് പോകുന്നത്. 1.3 lakhs പ്രൈസ് ഡിഫറൻസ് ആണ് CVTയും അതുപോലെ മാനുവലും തമ്മിൽ വന്നിരിക്കുന്നത്. പിന്നെ വേറെ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ HT വേരിയൻ്റ് ഒഴികെ അതിന് മുകളിലേക്കുള്ള എല്ലാ വേരിയൻസിലും ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ആകെ ബേസ് മോഡൽ മാത്രമേ ഇല്ലാത്തുള്ളൂ. പിന്നെ HT ഓപ്ഷനിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രൈസ് ഡിഫറൻസും വലിയ കുഴപ്പമില്ല, ഭയങ്കര കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം സിയറയിലൊക്കെ ആണെങ്കിൽ പ്രൈസ് ഡിഫറൻസ് 1.5 ലക്ഷം രൂപ അടുത്തുണ്ട്, അത്ര ഇതിൻ്റെ അകത്തില്ല. ആൻഡ് ഫീച്ചേഴ്സിൻ്റെ ഡിഫറൻസും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഇല്ല. നമുക്ക് ബേസ് മോഡലിൽ തന്നെ ഇതിൻ്റെ അകത്ത് ടച്ച് സ്ക്രീൻ ഉണ്ട്, അതും 10.25 inch ആണ്. അതിൻ്റെ അകത്ത് വയർലെസ് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ മിറേഴ്സ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്, LED ഹെഡ്ലൈറ്റ്സും ടെയിൽ ലാംപ്സും ഉണ്ട്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടും ബേസ് മോഡൽ വാല്യൂ ഫോർ മണിയാണ്. ഇപ്പോൾ ഡീസലിൻ്റെ കേസൊക്കെ എടുത്ത് ഡീസലിൻ്റെ പ്രൈസും കാണുന്നത്. ഇതിൻ്റെ 6 സ്പീഡ് മാനുവലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12.59 lakhs എന്നാണ്. പെട്രോൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 1.6 lakhs ആണ് ഇതിന് അഡീഷണൽ വരുന്നത്. ഇനിയിപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ മറ്റതുപോലെ തന്നെ 1.3 lakhs അഡീഷണൽ എമൗണ്ട് ആണ് വരുന്നത്. ഇത് മാനുവൽ ആണെങ്കിൽ 12.59 lakhs സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ടെക് ലൈനിൽ 18.29 lakhs വരെയാണ് മാക്സിമം പോകുന്നത്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ HT ഓട്ടോമാറ്റിക്കിൽ നമുക്ക് HT ഓപ്ഷൻ മുതൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 14.99 lakhs സ്റ്റാർട്ട് ചെയ്ത് 19.59 lakhs വരെയാണ് ടെക് ലൈനിൽ പോകുന്നത്. GT ലൈൻ ആണെന്നുണ്ടെങ്കിലും വലിയ പ്രൈസ് ഡിഫറൻസ് ഒന്നുമില്ല, 40,000 രൂപയുടെ വ്യത്യാസമുള്ളൂ. 19.99 lakhs വരെയാണ് അതിൻ്റെ മാക്സിമം പ്രൈസ് പോകുന്നത്. സോ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രൈസിങ് തന്നെയാണ് ഇതിൻ്റെ അത് അവർ കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. ആൻഡ് 20 lakhs കറക്റ്റ് എല്ലാ വേരിയൻസിനും പ്രൈസ് നിർത്തണമെന്ന് അവർക്ക് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പ്രൈസ് ചെയ്യാൻ പറ്റില്ല. ഇതും നമ്മൾ സിയറയുടെ ടോപ്പിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസാണ് കമ്പയർ ചെയ്യുന്നത്. അത് നമുക്ക് 1.3 lakhs വ്യത്യാസം വരുന്നുണ്ട്. 21.29 lakhs ആയിരുന്നു സിയറയുടെ ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് വന്നിരുന്നത്. സോ എന്തുകൊണ്ടും സിയറേക്കാൾ
ലെങ്ത് ഇതിന് കൂടുതലാണ്, ഡയമെൻഷൻസ് കൂടുതലാണ്, എന്നിട്ട് പോലും വിട്ടും ഹൈറ്റും ഓക്കെ അത് സിയറയ്ക്കാണ് കൂടുതൽ. പക്ഷെ എന്നാലും പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ സിയറയെ നല്ല രീതിയിൽ തന്നെ സെൽറ്റോസ് അണ്ടർ കട്ട് ചെയ്തിട്ടുണ്ട്. അതും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ ചില ഫീച്ചേഴ്സൊക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കമ്പാരിസൺ രണ്ടും തമ്മിൽ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഫീച്ചേഴ്സിൻ്റെ ഡിഫറൻസ് എന്ന്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ടെർബോ പെട്രോളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെയും പ്രൈസ് ഡീസൽ പോലെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഒരു ബേസിക് വേരിയൻസിൻ്റെ ഒരു അടുത്ത് തൊട്ട് തന്നെ 1.5 ടെർബോ കൊടുത്തിട്ടുണ്ട്. പണ്ട് ഇതില്ലായിരുന്നു. ടെർബോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൻ്റെ ഒരു 3 വേരിയൻസിലൊക്കെ കാണുമായിരിക്കും. പക്ഷേ അതല്ല, ഇപ്രാവശ്യം HT ഓപ്ഷന് പകരം നമുക്ക് IMTയുടെ ഓപ്ഷൻ അവൈലബിൾ ആണ്. IMT മാത്രമേ ഉള്ളൂ. 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് വേണമെങ്കിൽ നിങ്ങൾ HT ഓപ്ഷൻ, അതായത് പ്രീമിയം ബാക്കിലോട്ടെങ്കിലും പോകേണ്ടി വരും മിനിമം. നമുക്ക് IMTയും ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കും രണ്ടും കിട്ടുന്ന HTK ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയൻ്റ് തൊട്ടാണ്. ഏതായാലും HT ഓപ്ഷന് 12.89 lakhsലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കിടിലം പ്രൈസിംഗ് ആണ്. പ്രത്യേകിച്ച് 1.5 ടെർബോ എന്ന് പറഞ്ഞാൽ 160 bhpയും 253 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കൊക്കെ വരുന്നൊരു കിടിലൻ എഞ്ചിനാണ്. ഓടിക്കാനൊക്കെ അടിപൊളിയാണ്. നമുക്ക് നല്ല പവർ കിട്ടും. പിന്നെ മൈലേജ് നിങ്ങളും പറഞ്ഞേക്ക് അത് പതുക്കെ ഓടിച്ചാൽ കിട്ടും. പക്ഷെ അല്ലാത്ത പക്ഷേ അധികമൊന്നും കിട്ടില്ല. എന്നാലും ഇതിൻ്റെ പ്രൈസിങ് നിങ്ങൾക്ക് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുന്നു എന്ന് പറയുന്നത് നല്ലൊരു ഗംഭീര കാര്യം തന്നെയാണ്. 14.99 lakhsൽ IMTയുടെ പ്രൈസ് അവസാനിക്കും. പിന്നെ 16.29 lakhs നമുക്ക് DCDയുടെ പ്രൈസ് തുടങ്ങും. അവിടെയും പ്രൈസ് 1.3 lakhsൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. മാക്സിമം ഇത് 19.99 lakhs വരെ GT ലൈനിലാണ് മാക്സിമം പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. കാരണം നമുക്ക് ടോപ്പിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസിൽ തന്നെ അവർ ഇതിൻ്റെ ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ടെർബോ പെട്രോളിൻ്റെ പ്രൈസ് കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇതും നമ്മുടെ സിയറയുടെ ടോപ്പിൻ്റെ ടെർബോ പെട്രോൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. രണ്ട് വണ്ടികളുടെയും പവർ ഫിഗേഴ്സിലൊക്കെ ഏകദേശം സിമിലാരിറ്റി കാണാൻ പറ്റും. പക്ഷേ എന്നാലും ഇത് കുറച്ചും കൂടെ ഫാസ്റ്റാണ്. സിയറ ഏകദേശം ഒരു 9.5 സെക്കൻഡ്സിനടുത്തൊക്കെയാണ് 0 to 100 എത്താനായിട്ട് എടുക്കുന്നത്. ഈ വണ്ടി 9 സെക്കൻഡ്സിനകത്തൊക്കെ ആയിട്ട് 0 to 100 ചെയ്യും. 0 to 100 അല്ല, അല്ലാതെ നിങ്ങൾ ഔട്ട്റേറ്റ് ആക്സിലറേഷൻ നോക്കുകയാണെങ്കിൽ അധികം ഡിഫറൻസ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയില്ല. നിങ്ങൾ കറക്റ്റ് ഒരു ദിവസം തന്നെ രണ്ട് വണ്ടിയും സൈഡ് ബൈ സൈഡ് ഓടിച്ചാലേ ഡിഫറൻസ് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രണ്ടും അത്യാവശ്യം നല്ല എഞ്ചിൻസ് തന്നെയാണ്. എനിവേ പ്രൈസ് ഡിഫറൻസിൻ്റെ കാര്യമാണ് നമുക്കിവിടെ പ്രശ്നം. 1 ലക്ഷം രൂപയുടെ വ്യത്യാസം, 1 ലക്ഷം രൂപത്തിന് കുറവെന്ന് പറയുമ്പോൾ നല്ലൊരു അഡീഷണൽ പ്ലസ് പോയിന്റ് ആണല്ലോ. ഇനി നിങ്ങൾക്ക് എല്ലാ വേരിയൻസിനും പ്രൈസ് ഒറ്റയടിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാം. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ രണ്ട് വണ്ടികളുടെയും പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരു ഡിഫറൻസ് വരുന്നത്. ആൻഡ് പുതിയ സെൽറ്റോസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പ്രൈസ് വരുന്നത് എനിക്കിത് കണ്ടിട്ട് അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിട്ടുള്ളൊരു പ്രൈസിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. പ്രത്യേകിച്ച് ബേസ് വേരിയൻസ് അവർ എത്ര പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും അതിനകത്ത് കിട്ടുന്ന ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പം 10.5 lakhs എക്സ്ഷോറൂം എന്ന് പറഞ്ഞാൽ ഗംഭീര പ്രൈസാണ്. ഡീസലിൻ്റെ പ്രൈസ് അത്ര കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു 15.5 lakhsനുള്ളിലൊക്കെ നമുക്ക് ഓൺ റോഡ് കിട്ടും. അത് BS 6.2 ആയതിൻ്റെ മറ്റേ ആഡ് ബ്ലൂ സാധനങ്ങളൊക്കെ നിങ്ങൾ ഒഴിക്കേണ്ടി വരും. എന്നാലും ഓവറോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് സിയറയുടെ പ്രൈസ് ഇതിനേക്കാൾ കുറച്ച് മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആൻഡ് എന്താണ് നിങ്ങൾക്ക് സിയറയും അതുപോലെ സെൽറ്റോസും ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് തോന്നുന്നതെന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ സെൽറ്റോസിൻ്റെ പ്രൈസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. നമുക്ക് കൂടുതൽ കമ്പാരിസൺസ് ഒക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോസിൽ കാണാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആയി തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.